നമസ്കാരം. ഒരു കുഞ്ഞു കാല് കാണാനുള്ള നിങ്ങളുടെ ആ ഒരു യാത്രയുണ്ടല്ലോ, അത് ഒരുപാട് സ്നേഹവും പ്രതീക്ഷയുമൊക്കെ നിറഞ്ഞ ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ ആ യാത്രയിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങായി ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഒരു പോളിസിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാമല്ലേ? ഈ യാത്രയിൽ സ്നേഹവും പ്രതീക്ഷയുമൊക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തികമായ ഒരു സുരക്ഷ. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും മടിക്കും. നമുക്കാദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇതായിരിക്കാം, അല്ലേ? വാടക ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചിലവുകൾ. അത് നമ്മളെ പലപ്പോഴും ആശങ്കപ്പെടുത്താറുണ്ട്. അത് വളരെ സ്വാഭാവികവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ പ്രൊസീജറുകളിൽ ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സങ്കീർണതകളോ അല്ലെങ്കിൽ അധിക ചെലവുകളോ ഒക്കെ വരാം. അത് നമ്മളുടെ ഈ ഇമോഷണൽ ജേർണിയിൽ ഒരധിക സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക സമ്മർദ്ദത്തെ ലഘൂകരിക്കാനൊരു വഴിയുണ്ടെങ്കിലോ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാത്സല്യ ഹെൽത്ത് പോളിസി. എന്താണ് ഈ സാമ്പത്തിക കവചം എന്ന് നമുക്കൊന്ന് അടുത്തറിയാം. വളരെ ലളിതമായി പറഞ്ഞാൽ, ന്യൂ ഇന്ത്യ അഷ്വറൻസ് തരുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് വാത്സല്യ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സറോഗേറ്റ് അമ്മയ്ക്കോ അല്ലെങ്കിൽ അണ്ഡം ദാനം ചെയ്യുന്ന സ്ത്രീക്കോ ചികിത്സയ്ക്കിടയിൽ എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അതിന് സാമ്പത്തിക പരിരക്ഷ നൽകുക എന്നതാണ്. ഇന്ത്യയിലെ പുതിയ നിയമങ്ങളനുസരിച്ച് സറോഗസി തിരഞ്ഞെടുക്കുന്നവർക്ക് ഇങ്ങനെയൊരു ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു നിയമം മാത്രമല്ല, ഈ യാത്രയിലുള്ള എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോളിസി എടുക്കുന്നത് നിങ്ങളാണ്. അതായത് ഇന്റൻഡിംഗ് കപ്പിൾ അല്ലെങ്കിൽ ഇന്റൻഡിംഗ് വുമൻ. നിങ്ങൾക്കാണ് സറുഗേറ്റ് അമ്മയെ അല്ലെങ്കിൽ അണ്ഡദാതാവിനെ ഈ പോളിസിയിൽ ഇൻഷുർ ചെയ്യാൻ സാധിക്കുന്നത്. ഈ പോളിസിയിൽ നിങ്ങൾക്ക് പ്രധാനമായും 2 ഓപ്ഷനുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഓപ്ഷൻ 1 സറോഗേറ്റ് അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാകുന്ന സങ്കീർണതകൾക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ 3 വർഷത്തേക്കാണ് കിട്ടുന്നത്. ഇനി ഓപ്ഷൻ 2 അത് അണ്ഡദാതാവിന് വേണ്ടിയുള്ളതാണ്. അണ്ഡം ശേഖരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ 2 ലക്ഷം രൂപയുടെ പരിരക്ഷ 1 വർഷത്തേക്ക് ലഭിക്കും. ഒരു കൺഫ്യൂഷൻ വന്നോ? ഈ 2 ഓപ്ഷനുകളിൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഏതാണ് കൂടുതൽ ചേർന്നതെന്ന് സംശയമുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കൂടുതൽ വിവരങ്ങൾക്കായി ഈ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ഒരു സർട്ടിഫൈഡ് അഡ്വൈസറുമായി സംസാരിക്കാവുന്നതാണ്. ശരി, അപ്പോ ഈ പോളിസി എടുത്താൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ സാമ്പത്തിക കവചം ആദ്യം തന്നെ ആശുപത്രിവാസത്തിനുള്ള ചിലവുകൾ വഹിക്കും. അതുമാത്രമല്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് 30 ദിവസം മുന്നുള്ള ചിലവുകളും ഡിസ്ചാർജ് ആയതിനു ശേഷം 60 ദിവസം വരെയുള്ള ചിലവുകളും ഇതിൽ കവറാവും. പിന്നെ ICU ചാർജുകൾ എത്രയാണോ അത് മുഴുവനായും, ആയുഷ് ചികിത്സകൾ, ആംബുലൻസ് ചാർജുകൾ എന്നിവയ്ക്കും പരിരക്ഷയുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രിയിലെ റൂം വാടകയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ഈ പോളിസി പ്രകാരം ഒരു ദിവസത്തേക്ക് പരമാവധി 8000 രൂപയാണ് റൂം വാടകയായിട്ട് ലഭിക്കുക. ഏതൊരു പോളിസി എടുക്കുമ്പോഴും അതിലെ നിബന്ധനകൾ കൃത്യമായി മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണല്ലേ? ഇനി നമുക്ക് ഈ പോളിസിയിലെ വെയിറ്റിംഗ് പീരീഡുകളെക്കുറിച്ചും എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടാത്തത് എന്നൊന്ന് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ പോളിസി എടുക്കുന്ന ആദ്യ ദിവസം മുതൽ പോളിസി തുടങ്ങും. പക്ഷേ ആദ്യത്തെ 30 ദിവസം ഒരു വെയിറ്റിംഗ് പീരീഡാണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഈ സമയത്തുണ്ടാകുന്ന സങ്കീർണതകൾക്കൊന്നും ക്ലെയിം കിട്ടില്ല. 30 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പോളിസിയുടെ പരിരക്ഷ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോളിസിയിൽ ഉൾപ്പെടാത്തത് എന്ന് നോക്കാം. സാധാരണ പ്രസവത്തിന്റെ ചിലവുകൾ, സറോഗസി അല്ലെങ്കിൽ IVF ചികിത്സയുടെ ചിലവ്, അതുപോലെ ജനിക്കുന്ന കുഞ്ഞിന്റെ ചിലവുകൾ, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് മുൻപേയുള്ള അസുഖങ്ങൾ, OP ചികിത്സകൾ, പിന്നെ വാണിജ്യപരമായ വാടക ഗർഭധാരണം അഥവാ കൊമേഴ്ഷ്യൽ സറോഗസി, ഇതൊന്നും ഈ പോളിസിയുടെ പരിധിയിൽ വരുന്നതല്ല. ഈ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണോ? കാരണം ഏതൊരു പോളിസിയിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു സംശയവും ബാക്കി വെക്കരുത്. കൂടുതൽ അറിയാനായി ഈ നമ്പറിൽ വിളിച്ച് ഒരു വിദഗ്ധനോട് സംസാരിക്കാം. അപ്പോ ഒരാവശ്യം വന്നാൽ ക്ലെയിം ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണോ? ഒട്ടുമല്ല. അതൊരു സങ്കീർണമായ പ്രക്രിയയേ അല്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ക്ലെയിം നേടേണ്ടതെന്ന്. നോക്കൂ, വെറും 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ കാര്യം, TPAയെ വിവരമറിയിക്കുക. അതായത് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയെ. പ്ലാൻ ചെയ്ത അഡ്മിഷനാണെങ്കിൽ 24 മണിക്കൂർ മുൻപും,
എമർജൻസി ആണെങ്കിൽ 24 മണിക്കൂറിനകവും അറിയിക്കണം. രണ്ടാമത്, ചികിത്സ എടുക്കുക. നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുക്കാതെ ചികിത്സ തേടാം, അല്ലെങ്കിൽ പണമടച്ച ശേഷം ബില്ലുകൾ കൊടുത്ത് പണം തിരികെ വാങ്ങാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിസ്ചാർജായി 15 ദിവസത്തിനകം എല്ലാ ഒറിജിനൽ ബില്ലുകളും ഡോക്യുമെന്റ്സും TPAക്ക് നൽകുക. അത്രയുള്ളൂ. ഈ ക്ലെയിം പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു സംശയം വന്നാൽ അല്ലെങ്കിൽ ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി വിളിക്കാം. ഈ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ ഒരു ഉപദേശം നേടുന്നത് എപ്പോഴും നല്ലതാണ്. അതിനായി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഈ പോളിസിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലേ? അപ്പോ ഈ അറിവ് വെച്ച് നിങ്ങളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒറ്റവാക്കില് പറഞ്ഞാൽ, പെട്ടെന്നുണ്ടാകുന്ന ഹോസ്പിറ്റൽ ചിലവുകളിൽ നിന്ന് നമ്മുടെ സേവിങ്സിനെ രക്ഷിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയേ തീരൂ. ഈ വാത്സല്യ പോളിസി നിങ്ങൾക്ക് തരുന്നതെന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനമാണ്, ആ ഒരു ഉറപ്പാണ്. അപ്പോ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയെ ഒരു സാമ്പത്തിക സുരക്ഷാ കവചം കൊണ്ട് ഭദ്രമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും. ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് ഒരു എക്സ്പെർട്ടിനോട് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം. ഇത് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഒരു സർട്ടിഫൈഡ് അഡ്വൈസറുടെ നമ്പറാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ശരിയായ അറിവാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ ഈ നമ്പറിൽ വിളിക്കൂ. 9846189371. അവർ നിങ്ങളെ സഹായിക്കും.